guys, welcome back to Ayu's vlog. അങ്ങനെ ഞങ്ങൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൽ പോവാണ്. ഇന്ന് അമ്മയുടെ പിറന്നാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. കണ്ണേക അമ്പലത്തിലാണ് പോണത്. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഇനിയിപ്പോൾ അമ്മയച്ചനുണ്ട്. അതുകൊണ്ട് റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയായി. ആയിക്കോ ബൈ. ഗീട വണ്ടി ഓടിക്കുന്നു. അച്ഛതാ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. അമ്മ ഇവിടെ ഇരിക്കുന്നു. ഐഗുദ നമ്മുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. നടുവിൽ സീറ്റിലിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 6:15. അപ്പൊ നമ്മളിതാ കണ്ണേങ്കാവിൽ എത്തിയിരിക്കുകയാണ്. മുക്കുതല ഭഗവതി ക്ഷേത്രം. അപ്പോൾ നമ്മൾ വരുമ്പോൾ ആദ്യം കണ്ടത് മേലേക്കാവ് അമ്പലത്തിൻ്റെ ബോർഡാണ് കണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ണേങ്കാവിലേക്ക് ആദ്യം പോയി അവിടെ തൊഴുതിന് ശേഷമാണ് മേലേക്കാവിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ നമ്മൾ കാണുന്നതാണ് കണ്ണേങ്കാവ് അമ്പലത്തിൻ്റെ കവാടമാണ് കാണുന്നത്. ഇതിപ്പോൾ അവിടുത്തെ പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ ഇതാണ് കണ്ണേങ്കാവ് അമ്പലത്തിൻ്റെ പുതിയ കവാടം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന് തൊഴാൻ നേരത്തിൻ്റെ വർക്കെടുക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ ഏതാണെന്ന് മനസ്സിലാവുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ ആ ദൂരെ കാണുന്നതാണ് കരിങ്കാളി. ഇപ്പോൾ കണ്ണേങ്കാവിൻ്റെ മെയിൻ പ്രത്യേകത കരിങ്കാളികളിലെ പൂരമാണ് ഇവിടെ കണ്ണേങ്കാവിൽ മെയിനായിട്ട് ഉണ്ടാവാറ്. അല്ലെങ്കിൽ കുറേ പൂരങ്ങൾ ദേശത്തെ കരിങ്കാളികൾ വന്ന് ചേരും. പിന്നെ വഴിപാട് കൗണ്ടറുണ്ട്. ഇതാണ് കണ്ണേങ്കാവ് അമ്പലത്തിൻ്റെ കുറേ മാറ്റങ്ങൾ വന്നു. അല്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇത്ര മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആശ്ചര്യമായിപ്പോയി. ഇത്രയും മാറ്റങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ. അത് കല്യാണ മണ്ഡപമായാലും വഴിപാട് കൗണ്ടറും കാര്യങ്ങളും ഫുള്ളായി ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. േഗുവിൻ്റെ പണി തുടങ്ങി. അതാ ഇനി അച്ഛതാ നിൽക്കുന്നുണ്ട്. അമ്മ വഴിപാട് ചെയ്യാൻ നിൽക്കുന്നുണ്ട് അമ്മ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. പ്രസാദമൊക്കെ കിട്ടി. ഇനി ചുറ്റമ്പലം വലം വയ്ക്കാൻ വേണ്ടി പോവാണ്. അതിന് മുന്നിൽ ഓടുണ്ട്. അങ്ങനെ ഞങ്ങൾ കണ്ണേങ്കാവ് അമ്പലത്തിൽ തൊഴുത് ഇനി ഇവിടെ തന്നെ മേലേക്കാവും കീഴേക്കാവും അമ്പലങ്ങളുണ്ട്. 2 അമ്പലങ്ങളും ഇനിയുണ്ട്. അപ്പോൾ ഇനി അവിടെയും കൂടി പോയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുള്ളൂ. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവർക്ക്. അങ്ങനെ ഭഗവതിയുടെ ഒരു ആർട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇനി മേലേക്കാവിലേക്ക് പോവാണ്. അപ്പം ഇനി ഐഗു അത് ഓടി കളിക്കുന്നുണ്ട്. ഐഗുവിനെ കൂട്ടത്തിൽ കൂടാത്തവരോട് ഒരു സന്തോഷത്തിൽ ഓടി കളിച്ചെടുക്കണം അവൾ. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് തൊഴുത്തിറങ്ങി ഇനി നേരെ മേലേക്കാവിലേക്ക്. ഇത് കണ്ണേങ്കാവ്, മേലേക്കാവ്, കീഴേക്കാവ്. അപ്പോൾ നമ്മൾ അടുത്ത അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ അതാണ് മൂക്കുതല മേലേക്കാവ് അമ്പലം. നല്ല ആംബിയൻസ്, അങ്ങനെ ഗംഭീര ആംബിയൻസാണ്. 2 സൈഡും കാടാണ് നമ്മൾ കാണുന്നത്. ഇത് എത്രത്തോളം മനസ്സിലാവണമെന്ന് അറിയില്ല. ഇരുട്ടാണ് മൊത്തത്തിൽ. കാടായതുകൊണ്ട് പിന്നെ മഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇതിൻ്റെ താഴെയാണ് കീഴേക്കാവ് വരുന്നത്. അപ്പോൾ മഴയൊക്കെ എത്രത്തോളം പോകാൻ പറ്റുന്നു അതും അറിയില്ല. മഴ മാറിക്കഴിഞ്ഞാൽ പോകും. അപ്പോൾ അതാ ഇനിയും ബൈക്കൊക്കെ കണ്ട് പോകുന്നുണ്ട്. മുന്നിൽ നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ ക്യാമറ പിടിച്ച് വരുന്നുണ്ട്. മറ്റേ വീണ്ടും ഓട്ടം തുടങ്ങി. വണ്ടിയിൽ ഭയങ്കര വാശിയായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്ടം തുടങ്ങി. അപ്പോൾ ഞങ്ങളങ്ങനെ നാളെ തൊഴുത് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്, വലം വയ്ക്കാൻ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് വൈകുന്നേരം ഞങ്ങൾ ആദ്യമായിട്ട് നമ്മൾ വരുന്നതല്ലേ. അതാ കീഴേക്കാവിലേക്കുള്ള വഴിയാണ് ആ പോകുന്നത്. ആ വലം വെച്ച് എന്നിട്ട് പോകുന്നത്. പണ്ട് അതെ ഇത് ഇവിടുത്തെ ക്ഷേത്രഗണൻ്റെ ഐതിഹ്യമാണ്. ഇവിടെ ഉള്ളിലാണ് ക്ഷേത്രഗണന. രാത്രി കാരണം നമുക്ക് അവിടെ പോകാനും പറ്റില്ല. ഇവിടെ നിന്നുള്ള കാണാനേ പറ്റുള്ളൂ. ശങ്കരാചാര്യരുടെ ഇതാണ് സഭമണ്ഡപമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ മൂകാംബികയും ശങ്കരാചാര്യരുണ്ട്. അവിടെയും പോയിരുന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കീഴേക്കാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കീഴേക്കാവിലേക്ക് പോകുന്നത്. പണ്ട് ഞങ്ങൾ മാറഞ്ചേരിയുള്ളപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വരും ഇവിടെ. മാറഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ എപ്പോഴെങ്കിലും വരുള്ളൂ. ഇവിടെ സ്കൂൾ കൂട്ടിയാൽ അങ്ങനെ സമയങ്ങളിലൊക്കെ വരിക. അങ്ങനെയുണ്ട്. അങ്ങനെ വന്നിട്ട് ഇവിടെ ഞങ്ങൾ ഫുള്ള് പണ്ട് ഇതൊന്നുമില്ല. ഈ ഷീറ്റിടല അങ്ങനത്തെ കല്ലോ വലിച്ചൊന്നും പരിപാടിയില്ല ഇവിടെ. അപ്പോൾ ഇവിടെ ഫുള്ള് മരമാണ്. ഇവിടെ വന്ന് എനിക്കൊരു സന്തോഷമാണെങ്കിൽ ഈ മരത്തിലൊക്കെ കയറി കളിക്കുക. വള്ളികൾ അതൊക്കെ ഉണ്ടായിരുന്നു. മരങ്ങളൊക്കെ വെട്ടി, എല്ലാം വെട്ടി. നല്ല രസം അവിടെ. ഇവിടേക്ക് വരുന്ന മെയിൻ അട്രാക്ഷൻ ഈ കാടും ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഇത്. കണ്ണേങ്കാവിക്ക് വന്നിട്ട് പോകാൻ നേരം അവൾക്ക് നേരമാകും. അപ്പോൾ ഇവിടുന്ന് മുമ്പ് പൊറാട്ടയും സാമ്പാറും കഴിക്കും പുറത്ത് അമ്പലത്തിൽ തൊഴുതിട്ട് പോകാൻ നേരത്ത്. മേൽപ്പത്തൂർ സ്മാരകം ഉണ്ട് ഇവിടെ.
അപ്പം ഇനി കീഴേക്കാവിക്ക് പൊക്കോണ്ടിരിക്കുക. അമ്മയും മോള് മുന്നിൽ പോകുന്നുണ്ട്. എന്താ അവിടെ ഇരുട്ടുണ്ടാവും കേട്ടോ, നോക്കണേ അവിടെ എന്താണെന്ന് അവസ്ഥ അറിയില്ല. അപ്പോൾ അവിടെ വെളിച്ചുണ്ടാവും അവിടെ. പക്ഷെ അവിടെ എന്താണ് ഇത് മറ്റേ മഴ ചാർന്നില്ലല്ലോ, അവിടെ ഷീറ്റ് ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാടാണ്, നമ്മുടെ വലത് സൈഡ് ഇടത് സൈഡൊക്കെ കാടാണ്. ഇവിടെ ഷീറ്റില്ല, പക്ഷെ ചളിയൊന്നും ഇല്ല. പണ്ട് ഇവിടെയൊക്കെ മഴ നല്ല ചളിയാവും, അപ്പോൾ അതൊന്നുമില്ല. ഇരുട്ടാണ്. അങ്ങനെ ഇതാ നടന്ന മുന്നിലെത്തി. അങ്ങനെ മുന്നിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കീഴേക്കാവിലും തൊഴുതിറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ പോവാൻ നിൽക്കുകയാണ്. പക്ഷേ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മഴ മാറിയിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തണമെങ്കിൽ. അപ്പോൾ എല്ലാവരും മഴ മാറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവം അവിടെ ഇങ്ങനെ നിൽക്കാതെ നടക്കുന്നുണ്ട്. എല്ലായിടത്തും വഴിക്കലാണ്, അതിന് പേടിയുണ്ട്. എന്താണ് ഒന്ന് വഴിക്ക് വീഴാനും പോയി അതിനിടയിൽ. അങ്ങനെ ഞങ്ങൾ അമ്പലമൊക്കെ തൊഴുതിറങ്ങി. 3 അമ്പലവും നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി. ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ നേരത്ത് നട അടയ്ക്കോ ഉണ്ടാവില്ല എന്നുള്ള സംശയങ്ങളൊക്കെ വന്നത്. പക്ഷെ എല്ലായിടത്തും തീരെ തിരക്കില്ലാതെ തൊഴാൻ പറ്റി, കുഴപ്പമൊന്നുമില്ലാതെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.